മഴ തോർന്നിട്ടും കോട്ടയം ജില്ലയിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. പാറാമ്പുഴ മോസ്കോ കവലയിൽ 100 കണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത്. വീടുകളിൽ പെട്ടുപോയവരെ ഫയർഫോഴ്സ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. കോട്ടയത്ത് നിന്നും അജിത് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ആളുകളെ കേരള ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ടീം ഇത്തരത്തിൽ രക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ്. പലയിടങ്ങളിലായി ഇത്തരത്തിൽ വീടുകളിൽ പെട്ടുപോയവരെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവരെല്ലാം കരയിലേക്ക് എത്തിക്കുകയാണ്. നിരവധി ഏക്കറുകളിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ ഈ മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായത്. വീടുകളിലെല്ലാം വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകളെ രാവിലെ മുതൽ എത്തിക്കുകയാണ്. വിവിധ വീടുകളിൽ നിന്ന് ആളുകളെയൊക്കെ ഇത്തരത്തിൽ എത്തിക്കുന്നുണ്ട്. പ്രതിസന്ധി നേരിടുന്ന ആളുകളെ എല്ലാം ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ഒരുപാട് വെള്ളം നമ്മൾ എല്ലാ വർഷത്തെക്കാളും കൂടുതൽ വെള്ളം പെട്ടെന്ന് തന്നെ വന്നു. ഒരു 2 മണിക്ക് ശേഷം പെട്ടെന്ന് തന്നെ വന്നു. നിരവധി മേഖലകളിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നടക്കാൻ കഴിയാത്തവർ, വീട്ടിൽ പെട്ടുപോയവർ, പ്രായമായ ആളുകൾ, അവരെല്ലാം ഇത്തരത്തിൽ മാറ്റേണ്ട സാഹചര്യമാണ്. 2ാം നിലയിലെ മുകളിലേക്ക് മാറിയവർക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായി. ആദ്യഘട്ടത്തിൽ അവിടെ തുടർന്നെങ്കിലും പിന്നീട് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നു. ഇതോടുകൂടിയാണ് അക്കാര്യത്തിൽ പിന്നീട് അവരെല്ലാം എത്തി ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നല്ല പ്രതിസന്ധി. വെള്ളം ഇതിനെക്കാട്ടി കൂടുതൽ വെള്ളം വിരയ്ക്കകത്തുണ്ട്. 2018 ഇതുപോലെ വെള്ളം വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ വന്നെങ്കിൽ ഇത്രയും പ്രളയമില്ലായിരുന്നു, ഇത്രയും ഇല്ലായിരുന്നു. അത് കാരണം ഇപ്പം ഇതും താഴുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കും അടുക്കള വെള്ളം വരപ്പ വെള്ളമായി. ഇത്രയും നേരം ഞാൻ കട്ടിലെ കുത്തിയിരിക്കുമായിരുന്നു. നിങ്ങൾ വലിയ രക്ഷാപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായി ഉറക്കമൊക്കെ ഒഴിച്ചുള്ള പ്രവർത്തനം. 4 ദിവസമായിട്ട് രാത്രിയും പകലും ഇല്ലാതെ എല്ലാ ദിവസവും പ്രവർത്തന മേഖലയിലാണ് നമ്മൾ. അത് എല്ലായിടത്തും ഓടിയെത്തുക എന്ന് പറയുന്നത്, ചിലരൊക്കെ ആളുകൾ 2ാം നിലയിലെ മുകളിൽ ഇരിക്കുകയായിരുന്നു അന്ന് കരുതിയിരുന്നതാണ്, വെള്ളം കുറയുമെന്ന് കരുതി. ഇപ്പം അത് കുറഞ്ഞിട്ടില്ല. അവരൊക്കെ പ്രതിസന്ധിയിലായി. ഫയർഫോഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മൾ വിളിക്കുമ്പോൾ ഇവർ വരില്ല. ഒട്ടും പറ്റാതെ ആവുമ്പോൾ മാത്രമാണ് അവർ പുറത്തോട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നത്. അതുപോലെ ഇടുങ്ങിയ വഴികളാണ്, നമ്മളെ നല്ല ഒഴുക്കുണ്ട്. ഇതൊക്കെയാണ് വെല്ലുവിളികൾ. ഇന്നലെ മുതലേ ഇവർ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ഇന്നലെ തിരുവഞ്ചൂർ സാർ അടിയന്തരമായിട്ട് 2 ടീമിനെയാണ് ഇന്നലെ വിട്ട്. 2 ടീമിൽ 16 കുടുംബങ്ങളെ ഇന്നലെ രക്ഷപ്പെടുത്തി. ബാക്കി പെൻഡിങ് വരുന്ന കുടുംബങ്ങളെയാണ് രക്ഷപ്പെടുത്തുന്നത്. എല്ലാവരും ദുരിതത്തിലാണ്. എല്ലാ വീടുകളിലും കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ വെള്ളം ഏതായാലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. കാലാവസ്ഥ മോശമായിട്ട് തന്നെ കിടക്കുകയാണ്. ഇനിയും വെള്ളം കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിയുന്നത്. ഇവിടുത്തെ മുഴുവൻ വീടുകളിലെയും അവസ്ഥ ഇതാണ്. വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറി സാഹചര്യമാണ്, പ്രതിസന്ധിയാണ്. അപ്പോൾ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതയാതനകൾ കൂടിയാണ് കോട്ടയത്ത് നിന്നിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് കാണുന്നത്. ഇപ്പോൾ ഈ മോസ്കോയുടെ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇത്രത്തോളം വെള്ളം കയറി അവർ ഈ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ആളുകൾ പോലും കരുതിയില്ല. ഏതാണെങ്കിലും ആ ദുരിതപ്പെയ്ത്തിൽ വലിയ വേദനയിലാണ് നാട്. കഴിയാവുന്ന രീതിയിൽ നാട്ടിലെ വിവിധ സംഘടനകളും അതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.